Hi, welcome to Lash Class. ബി ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചറിലെ ക്യൂനി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ സമ്മറിയുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ സ്റ്റാൻസ് ഒബ്ജെക്ഷൻ ടു ദ നെയിം ക്യൂനി. ക്യൂനിയുടെ ഹസ്ബൻഡ് സ്റ്റാൻ വോർഗിയിലേക്ക് ക്യൂനി എന്നുള്ള പേരിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. ലെന എന്നാണ് അവളുടെ ഒറിജിനൽ നെയിം. ക്യൂനി എന്നാണ് വിളിക്കുന്നത്. ആ ഒരു വിളിപ്പേരിനോട് അയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? സ്റ്റാൻ ഒബ്ജെക്ട് ടു ദ നെയിം ക്യൂനി ബിക്കോസ് ഇറ്റ് റിമൈൻഡ്സ് ഹിം ഓഫ് എ ഹോഴ്സ്. സ്റ്റാൻ അതിന് കാരണമായിട്ട് പറയുന്നത് ക്യൂനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ അയാൾക്കൊരു കുതിരയെ ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. ഹി ഫൈൻഡ്സ് ഇറ്റ് സില്ലി ആൻഡ് ബെലിറ്റ്ലിംഗ് വിച്ച് ഹൈലൈറ്റ്സ് ഹിസ് ഡിസ്മിസീവ് ആൻഡ് കൺട്രോളിംഗ് ആറ്റിറ്റ്യൂഡ്. അയാൾക്കത് വളരെ സില്ലി ആയിട്ടുള്ള ഒരു നെയിമായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല അയാൾക്കൊരു കുതിരയുടെ പേര് അത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജെക്ഷനിൽ നമ്മൾ കാണുന്നത് അയാളുടെ വൈഫിനെ കൺട്രോൾ ചെയ്യുന്ന അവളുടെ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള വിളിപ്പേര് വരെ മാറ്റാൻ പറയുന്ന തരത്തിലുള്ള ആ ഒരു ക്യാരക്ടറാണ് നമ്മൾ അവിടെ കാണുന്നത്. ഡിസ്ക്രൈബ് സർക്യൂംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ക്യൂനി ഇൻ ടു ക്രിസീസ് ലൈഫ്. ഇനി തന്നെ നരേറ്റർ ക്രിസിയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആണ് ക്യൂനി എന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ക്യൂനി ക്രിസിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്? Cuny became part of Chrissy's life when Chrissy's father married Cuny's mother Bet. ക്രിസിയുടെ ഫാദർ ക്യൂനിയുടെ മദറിനെ വിവാഹം കഴിക്കുന്നുണ്ട്. അവരുടെ പുനർവിവാഹമാണ്. അങ്ങനെയാണ് ക്യൂനി ക്രിസിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ദിസ് മാരേജ് മേഡ് ദം സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വെൻ ദേ വർ യങ് ചിൽഡ്രൻ വിത്ത് ക്യൂനി അറൌണ്ട് 9 years old ആൻഡ് ക്രിസി 6. അപ്പോൾ ഈ കുട്ടിയുള്ള ഒരു സ്ത്രീയെയാണ് ക്രിസിയുടെ ഫാദർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയാണ് ക്യൂനി ആയിട്ട് ക്രിസിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ഈ സമയത്ത് ക്യൂനിക്ക് 9 വയസ്സും ക്രിസിക്ക് 6 വയസ്സുമാണ് പ്രായമുണ്ടായിരുന്നത്. വൈ ഡിഡ് ക്യൂനി വർക്ക് ഫോർ മിസ്റ്റർ വോർഗീല? ഇനി ക്യൂനി അവരുടെ അയൽക്കാരായിരുന്നിട്ടുള്ള മിസ്റ്റർ വോർഗീലയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. എന്തായിരുന്നു കാരണം? ക്യൂനി ഇനീഷ്യലി വർക്ക്ഡ് ഫോർ മിസ്റ്റർ വോർഗീല ആസ് എ കെയർ ടേക്കർ ഫോർ ഹിസ് ഇൽ വൈഫ് മിസ്സിസ് വോർഗീല. വോർഗീലയുടെ വൈഫ് വയ്യാതിരിക്കുന്ന സമയത്ത് അവരുടെ കെയർ ടേക്കർ ആയിട്ടാണ് ക്യൂനി വർക്ക് ചെയ്യുന്നത്. ഷീ ടുക്ക് ഓൺ ദിസ് റോൾ ബിക്കോസ് ഷീ ഹാഡ് ഫെയിൽഡ് ഹെർ ഹൈസ്കൂൾ എക്സാംസ് ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു റിപ്പീറ്റ് ദ ഇയർ. അവൾ ആ സമയത്ത് ഹൈസ്കൂളിൽ തോറ്റിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ഹൈസ്കൂൾ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവൾ ഈ കെയർ ടേക്കർ ആയിട്ടുള്ള ജോലിക്ക് പോകുന്നത്. അനലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ചേഞ്ച് ഇൻ ക്യൂനീസ് അപ്പിയറൻസ്. ഇനി ക്യൂനിയുടെ അപ്പിയറൻസിൽ മാറ്റങ്ങൾ വന്നതായിട്ട് അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് ക്രിസി ശ്രദ്ധിച്ചിരുന്നെന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? ദ ചേഞ്ചസ് ഇൻ ക്യൂനീസ് അപ്പിയറൻസ് റിഫ്ലക്ട് ഹർ അഡാപ്റ്റേഷൻ ടു ലൈഫ് വിത്ത് സ്റ്റാൻ. സ്റ്റാൻ വോർഗിലയോടുകൂടിയുള്ള ആ ജീവിതത്തോട് അവൾ അഡാപ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് അവളുടെ ആ ഒരു അപ്പിയറൻസിലുള്ള ചേഞ്ചിനെ നമ്മൾ കാണുന്നത്. ഹർ വൺസ് സിമ്പിൾ ലുക്ക് ബിക്കെയിം മോർ സൊഫിസ്റ്റിക്കേറ്റഡ്. അവൾ ഒരു വില്ലേജിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗേളായിരുന്നു. ഇപ്പോൾ ടൗണിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഒരു ഗേളായിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ് മിറേഴ്സ് ഹർ സബ്മിഷൻ ടു സ്റ്റാൻസ് കൺട്രോളിംഗ് നേച്ചർ ആൻഡ് ദ സാക്രിഫൈസസ് ഷീ മേഡ് ടു ഫിറ്റ് ഹിസ് പ്രിഫറൻസസ്. അപ്പോൾ ഒന്ന് ടൗണിൽ ജീവിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന രീതിയിൽ കാണാമെങ്കിലും സ്റ്റാൻ വോർഗില്ലയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ട് അവളുടെ അപ്പിയറൻസും മാനറിസംസും എല്ലാം മാറ്റുന്നതായിട്ട് ക്രിസി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു സബ്മിഷന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ അവളുടെ അപ്പിയറൻസിലുള്ള ചേഞ്ചിനെ കാണുന്നത്. വാട്ട് വാസ് ബുഫലോ ബില്ല്? ഇനി ഇവരുടെ കുട്ടിക്കാലത്ത് ബുഫലോ ബില്ല് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇവർ പറയുന്നുണ്ട്. എന്തായിരുന്നു അത്? ബുഫലോ ബിൽ റെഫേഴ്സ് ടു ദ ലാർജ് വൂളി ബ്രൗൺ ബാത്ത് റോബ് ദേ ഷെയർഡ്. അവർ കുട്ടിക്കാലത്ത് ഷെയർ ചെയ്തിരുന്ന ഒരു ബാത്ത് റോബാണ്, ബ്രൗൺ കളറുള്ള ഒരു ബാത്ത് റോബിനെയാണ് ബുഫലോ ബിൽ എന്ന് വിളിക്കുന്നത്. ബാത്ത് റോബ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഗൗണിനോട് സദൃശ്യമായിട്ടുള്ള കുളിക്കുന്ന സമയത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. അതിന്റെ ആ ഒരു കളറും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു രോമങ്ങളും ഒക്കെയാണ് അതിനെ ഈ ഒരു കാള എന്നുള്ള പേര് ഇട്ടുകൊണ്ട് അവർ വിളിക്കുന്നത്. ഇറ്റ് സിംബലൈസസ് എ ഷെയർഡ് ഡൊമസ്റ്റിക് ഇന്റിമസി ബിറ്റ്വീൻ ക്യൂനി ആൻഡ് ക്രിസി. അപ്പൊ ഇവർ രണ്ടുപേരും ഒരു ബാത്ത് റോബ് ഷെയർ ചെയ്തിരുന്നു എന്നതിൽ അവര് ചെറുപ്പത്തിൽ വളരെയധികം ഇന്റിമേറ്റ് ആയിരുന്നു, വളരെ അടുപ്പത്തിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാട്ട് ഡിഡ് മിസ്റ്റർ ഹോവി ടെൽ ക്രിസി? ഇനി മിസ്റ്റർ ഹോവി ഇവരുടെ മറ്റൊരു അയൽക്കാരനാണ്. അയാൾ എന്താണ് ക്രിസിയോട് പറഞ്ഞിരുന്നത്? മിസ്റ്റർ ഹോവി ടോൾഡ് ക്രിസി ടു ലുക്ക് അറ്റ് മിസ്റ്റർ വോർഗിലാസ് ഡ്രൈവ് വേ വെൻ സെർച്ചിങ് ഫോർ ക്യൂനി. അപ്പൊ ക്യൂനി ഒളിച്ചോടി പോയ ദിവസം ക്യൂനിയെ കാണാതെ ഇവര് തെരഞ്ഞുകൊണ്ട് മിസ്റ്റർ വോർഗിലയുടെ വീട്ടിലേക്ക് പോയിരുന്നതാണ്. ആ സമയത്താണ് ഈ മിസ്റ്റർ ഹോവി പറയുന്നത് അയാളുടെ ഡ്രൈവ് വേ, അതായത് കാർ പാർക്കിന്റെ സ്ഥലത്ത് നിങ്ങൾ നോക്കൂ എന്ന് പറയുന്നത്. ദി ആബ്സെൻസ് ഓഫ് ഹിസ് കാർ സിഗ്നൽഡ് ദാറ്റ് മിസ്റ്റർ വോർഗില ഹാഡ് ലെഫ്റ്റ്, ഓഫറിംഗ് എ ക്ലൂ ടു ക്യൂനി's സഡൻ ഡിപ്പാർച്ചർ.
അപ്പോൾ അവളുടെ ആ കാർ പാർക്ക് നോക്കുന്ന സമയത്ത് അവിടെ കാറില്ല. ആ ഒരു സിഗ്നലിൽ നിന്നാണ് ക്യൂനി എങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരിക്കുക എന്നതിനെ കുറിച്ചൊരു സൂചന അവർക്ക് ലഭിക്കുന്നത്. വൈ ഡിഡ് ക്യൂനി കോണ്ടാക്ട് ക്രിസിസ് ഡാഡ് ആഫ്റ്റർ ഷീ സ്റ്റാർട്ടഡ് ലിവിംഗ് വിത്ത് സ്റ്റാൻ? അപ്പൊ ക്യൂനി ഒളിച്ചോടി പോയതിനു ശേഷം പിന്നെ കുറെ കാലത്തേക്ക് വീട്ടുകാരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും കണക്ഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ ക്യൂനി ഫാദറിനെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണ് അതിന്റെ കാരണം? ക്യൂനി റീച്ച്ഡ് ഔട്ട് ടു ക്രിസിസ് ഡാഡ് സീക്കിംഗ് ഫിനാൻഷ്യൽ ഹെൽപ്പ്. സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവള് തന്റെ സ്റ്റെപ്പ് ഫാദർ ആയിട്ടുള്ള ക്രിസിയുടെ ഫാദറിന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുന്നത്. ലിവിംഗ് വിത്ത് സ്റ്റാൻ വാസ് നോട്ട് ആസ് സ്റ്റേബിൾ ആസ് ഷീ മൈറ്റ് ഔട്ട് ഹോപ്ഡ് ആൻഡ് ഷീ നീഡഡ് അസിസ്റ്റൻസ് ഡ്യൂറിംഗ് ദർ ഡിഫിക്കൽട്ട് ടൈം. അപ്പോൾ അവൾ പ്രതീക്ഷിച്ച അത്ര ഒരു എളുപ്പമുള്ള ഒരു ജീവിതമല്ല സ്റ്റാൻഡ് ഒപ്പം ഉണ്ടാവുന്നത്. അവിടെ ഈ ടൗണിൽ പോയിട്ട് ജോലി കണ്ടെത്തുക, അവിടെ സെറ്റിൽ ആവുക തുടങ്ങിയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് സാമ്പത്തിക സഹായം ആവശ്യം വന്നപ്പോഴാണ് അവൾ ക്രിസിയുടെ ഫാദറിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഹു വാസ് മാരിഗോൾഡ്? ഇനി സ്റ്റോറിയിൽ മാരിഗോൾഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആരായിരുന്നു അത്? മാരിഗോൾഡ് വാസ് ദ നെയിം ഓഫ് മിസ്റ്റർ വോർഗിലാസ് ഫസ്റ്റ് വൈഫ്. ക്യൂനി വിവാഹം കഴിച്ചിട്ടുള്ള മിസ്റ്റർ വോർഗിലയുടെ ഫസ്റ്റ് വൈഫിന്റെ പേരാണ് മാരിഗോൾഡ്. ക്യൂനി യൂസ് ടു വർക്ക് ആസ് എ കെയർ ടേക്കർ ഫോർ ഹെർ വെൻ ഷീ വാസ് സിക്ക്. ഈ മാരിഗോൾഡ് എന്ന് പറയുന്ന സ്ത്രീ അസുഖമായിട്ടിരിക്കുന്ന സമയത്താണ് ക്യൂനി അവരുടെ കെയർ ടേക്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ മരിച്ചതിന് ശേഷം ഈ സ്റ്റാൻ വോർഗിലയെ ക്യൂനി വിവാഹം കഴിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ വൈ ക്രിസി ലോസ്റ്റ് ഹെർ ജോബ് ഓൺ ദ വെരി ഫസ്റ്റ് ഡേ. ഇനി ക്രിസിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിനകത്ത് ജോലി കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അവളുടെ ജോലി നഷ്ടപ്പെടുന്നു. എന്താണ് കാരണം? ക്രിസി ലോസ്റ്റ് ഹെർ ജോബ് അറ്റ് ദ ഡ്രഗ് സ്റ്റോർ ബിക്കോസ് ദി എംപ്ലോയർ വാസ് ഹാർഷ് ആൻഡ് അൺകൈൻഡ്. അവിടുത്തെ എംപ്ലോയർ വളരെ ഹാർഷും അൺകൈൻഡും ആയതുകൊണ്ടാണ് ആക്ച്വലി അവൾക്ക് ജോലി നഷ്ടപ്പെടുന്നത്. അവളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിട്ടല്ല നമ്മൾ കാണുന്നത്. അക്യൂസിങ് ഹെർ ഓഫ് ഇൻകോമ്പീറ്റൻസ് വിത്തൗട്ട് ഗിവിംഗ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവൾക്ക് കൊടുക്കുന്നില്ല. എന്നാൽ അവൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ആ രീതിയിൽ അവൾക്ക് അവിടെ സ്വാഭാവികമായിട്ടും മിസ്റ്റേക്ക് വരുന്നു. അങ്ങനെയാണ് അവളുടെ ജോലി നഷ്ടപ്പെടുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വൈ ഡിഡ് ക്രിസി സേ ദാറ്റ് ഹെർ ഫാദർ വാസ് റോങ് അബൌട്ട് എവറിത്തിങ്? അവളുടെ ഫാദറിന് തെറ്റിപ്പോയിരുന്നു എന്ന് ക്രിസി പറയുന്നത് എന്തുകൊണ്ടാണ്? ക്രിസി's father anticipated sibling rivalry between ക്രിസി ആൻഡ് ക്യൂനി, എസ്പെഷ്യലി ആസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. അപ്പോൾ ക്രിസിയുടെ ഫാദർ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ക്യൂനി എന്നുള്ള ഒരു മകള് കൂടി ആ സ്ത്രീക്കുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള ഒരു ചിന്ത ക്രിസിയുടെ ഫാദറിനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണെന്നുള്ള നിലയ്ക്ക്. ഹി ഹാഡ് ആസ്ക്ഡ് ക്രിസി നോട്ട് ടു മെൻഷൻ ഹെർ ഫാദർ ഡ്യൂറിങ് പൊട്ടൻഷ്യൽ ഫൈറ്റ്സ്. അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ സാധാരണ സിസ്റ്റേഴ്സ് പോലുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, തർക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ ഡിഫറൻറ്റ് ഫാദർ ആണ് എന്നുള്ള കാര്യം അവിടെ പറയരുത്, അങ്ങനെയൊന്നും പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ഉപദേശമൊക്കെ ഈ വിവാഹത്തിന് മുമ്പ് ക്രിസിക്ക് ഫാദർ കൊടുത്തിരുന്നു. ഹൗവർ ക്രിസി അഡ്മയർഡ് ക്യൂനി ആൻഡ് ദേ നെവർ ഫോട്ട് ഓർ ഹാഡ് എനി നെഗറ്റീവ് ഇന്ററാക്ഷൻസ്. എന്നാൽ അവളുടെ ഫാദർ കരുതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇവർ തമ്മിൽ വളരെയധികം നല്ലൊരു റിലേഷനാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ വഴക്കുണ്ടാവുന്ന സാഹചര്യമൊന്നും ഉണ്ടാവുന്നില്ല. Chrissy says her father was wrong because his assumptions about the stepsisters' relationship turned out to be wrong. അപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് തമ്മിൽ വഴക്കുണ്ടാവാനും തർക്കം ഉണ്ടാവാനൊക്കെ സാധ്യത ഉണ്ട് എന്ന് അവളുടെ ഫാദർ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നും അല്ല ഉണ്ടായത്. ഇവർ തമ്മിൽ നല്ല ഒരു അടുത്ത ബന്ധമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഫാദർ റോങ് ആണെന്ന് ക്രിസി പറയുന്നത്. ഡിസ്ക്രൈബ് ദി ഇവന്റ്സ് ഓഫ് ദ മോർണിംഗ് ഓഫ് ക്യൂനീസ് ഫസ്റ്റ് ഡിസപ്പിയറൻസ്. ക്യൂനിയെ ഫസ്റ്റ് കാണാതായ ദിവസത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. Chrissy woke up to find that Cuny was missing from her bed, which was unusual. ക്രിസി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുന്ന സമയത്ത് ക്യൂനിയെ ബെഡിൽ കാണാനില്ല എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന സംഭവം. ഷീ ക്വയറ്റ്ലി സെർച്ച് ദ ഹൗസ് ട്രൈയിങ് നോട്ട് ടു വേക്ക് ബെറ്റ് ആൻഡ് ഫൗണ്ട് നോ സൈൻ ഓഫ് ക്യൂനി. ആദ്യം അവൾ പാരൻസിന്റെ അടുത്തൊന്നും പറയുന്നില്ല. അവൾ ഇറങ്ങിയിട്ട് പുറത്തെങ്ങോട്ട് പോയി പോയതായിരിക്കും, വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവിടേക്ക് അവൾ തെരഞ്ഞു നോക്കുന്നു. ക്രിസി ദെൻ ഇൻഫോംഡ് ഹെർ ഫാദർ അബൌട്ട് ക്യൂനീസ് ഡിസപ്പിയറൻസ്. അങ്ങനെ അവിടെ ഒന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ ഫാദറിന്റെ അടുത്ത് ഈ ക്യൂനിയെ കാണാനില്ല എന്നുള്ള കാര്യം അവൾ പറയുന്നു. Upon investigation, they discovered that the side porch door was unlocked. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് ഈ സൈഡ് പോർച്ച് ഡോറ് തുറന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അകത്തല്ല പുറത്ത് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് അവർക്ക് സൂചന ലഭിക്കുകയാണ്. Which led them to believe someone may have taken Cuny. അപ്പോൾ മുതലാണ് അവർ ക്യൂനി ആരുടെയെങ്കിലും കൂടെ പോയതായിരിക്കും എന്ന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്. But although initially annoyed,
sent Chrissy to check the Vorgila's house to see if Cuny had gone there. അപ്പോൾ ഇവളുടെ മദർ ബെറ്റ് തുടക്കത്തിൽ അനോയിഡ് ആണ്, അതായത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല, അവൾ ജസ്റ്റ് പുറത്ത് നടക്കാൻ എങ്ങാനും പോയതായിരിക്കും എന്നുള്ള രീതിയിലാണ് കരുതുന്നത്. എന്നാലും വോർഗീലയുടെ വീട്ടിലേക്ക് ക്രിസിയെ പറഞ്ഞയക്കുന്നു അവിടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ സൂചിപ്പിച്ചിരുന്നു, മിസ്റ്റർ വോർഗീലയുടെ വൈഫിന്റെ കെയർ ടേക്കർ ആയിട്ട് അവൾ അവിടെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ക്രിസി ഫൗണ്ട് നോ വൺ അറ്റ് ദ വോർഗിലാസ് ഹൗസ് ആൻഡ് റിട്ടേൺ ടു ഹോം. അവിടെ പോയ സമയത്ത് വോർഗിലയുടെ വീട്ടിൽ ആരുമില്ല, അയാളുടെ കാറും അവിടെ ഇല്ല. അപ്പൊ അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ റിട്ടേണിംഗ് ക്രിസി ഫൗണ്ട് എ നോട്ട് ലെഫ്റ്റ് ബൈ ക്യൂനി റിവീലിംഗ് ദാറ്റ് ഷീ ഇന്റൻഡഡ് ടു മാരി മിസ്റ്റർ വോർഗീല. അങ്ങനെ വോർഗീലയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് ക്രിസി പാരന്റ്സിന്റെ കയ്യിലുള്ള ആ ഒരു ലെറ്റർ കാണുന്നത്. താൻ വോർഗീലയെ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന് എഴുതി വെച്ചുകൊണ്ടാണ് ക്യൂനി പോയിരുന്നത്. അനലൈസ് മിസ്റ്റർ വോർഗീലാസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ക്രിസി വെൻ ഷി വിസിറ്റഡ് ദം ഇൻ ടൊറോണ്ടോ. ഇനി ക്രിസി ഇവരെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് മിസ്റ്റർ വോർഗീലയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? വെൻ ക്രിസി വിസിറ്റഡ് മിസ്റ്റർ വോർഗീലാസ് ഹൗസ് ഇൻ ടൊറോണ്ടോ ഹിസ് ആറ്റിറ്റ്യൂഡ് വാസ് ഡിസ്റ്റന്റ് ആൻഡ് റിസർവ്ഡ്. ക്രിസി അവിടെ ചെന്ന സമയത്ത് വോർഗീലയുടെ ആറ്റിറ്റ്യൂഡ് ഡിസ്റ്റന്റ് ആയിരുന്നു, അതായത് ഒരു അടുപ്പം കാണിക്കാത്ത തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ആണ് അയാൾക്ക് ഉണ്ടായിരുന്നത്. ഹി ഡിഡ് നോട്ട് ഷോ എനി എന്തൂസിയാസം ഓർ വാംത്ത് ടുവേർഡ്സ് ഹർ. തന്റെ വൈഫിന്റെ സഹോദരിയാണ് അവിടെ വന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു എന്തൂസിയാസം, ഒരു താല്പര്യമോ അതുപോലെ തന്നെ ഒരു സ്വീകരിക്കാനുള്ള ഒരു മനസ്സോ ഒന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. മിസ്റ്റർ വോർഗീല വാസ് മോർ ഫോക്കസ്ഡ് ഓൺ ഹിസ് ഓൺ റൂട്ടീൻ, സജസ്റ്റിംഗ് ദാറ്റ് ഹി വ്യൂഡ് ദ വിസിറ്റ് ആസ് എൻ ഇന്ററപ്ഷൻ ടു ഹിസ് നോർമൽ ലൈഫ്. അയാളുടെ ഡെയിലി റൂട്ടീനിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസിയുടെ ആ ഒരു വിസിറ്റ് അയാളുടെ ഒരു നോർമൽ ലൈഫിലുള്ള ഒരു ഇന്ററപ്ഷൻ പോലെയാണ് അയാൾ കാണുന്നത്. He also talked down Chrissy's qualification and her effort to find a job, further expressing his cold attitude. ഇനി ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് ക്രിസി പറയുന്ന സമയത്ത് അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോ, നിനക്ക് അങ്ങനെ ജോലി കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ അവളെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന രീതിയിലാണ് മിസ്റ്റർ വോർഗീല പെരുമാറുന്നത്. അപ്പൊ പൊതുവിൽ ഒരു താല്പര്യമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡായിട്ടാണ് നമ്മൾ കാണുന്നത്. ഡ്രോ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ വോർഗീല. ഇനി മിസ്റ്റർ വോർഗീലയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ചോദിക്കുന്നത്. മിസ്റ്റർ വോർഗീല ഈസ് പോർട്രേഡ് ആസ് എ റിസർവ്ഡ് ഇൻഡിവിജ്വൽ വിത്ത് ലിറ്റിൽ വാംത്ത് ഓർ ഇമോഷണൽ ഓപ്പൺനെസ്. ഇയാളൊരു റിസർവ്ഡ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്, അതായത് മറ്റുള്ളവരുടെ അടുത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് മിസ്റ്റർ വോർഗീലയെ നമ്മൾ കാണുന്നത്. ഹി അപ്പിയേഴ്സ് ടു ബി എ മാൻ ഓഫ് റൂട്ടീൻ, ഫോക്കസ്ഡ് മോർ ഓൺ ഹിസ് ഓൺ കംഫർട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ദാൻ ഓൺ ഫോസ്റ്ററിംഗ് പേഴ്സണൽ കണക്ഷൻസ്. ഒരു മാൻ ഓഫ് റൂട്ടീൻ, അയാളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനിടയിൽ മറ്റുള്ളവർ കടന്നു വന്നു കഴിഞ്ഞാൽ അവരായിട്ട് കണക്ട് ചെയ്യാനൊന്നും ശ്രദ്ധിക്കാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് മിസ്റ്റർ വോർഗീലയെ നമ്മൾ കാണുന്നത്. ഹിസ് ഇന്ററാക്ഷൻസ് വിത്ത് അതേഴ്സ് ഇൻക്ലൂഡിംഗ് ക്രിസി ആർ ഡിസ്റ്റന്റ് വിത്ത് നോ റിയൽ അറ്റംപ്റ്റ് ടു ഫോം എ ഡീപ്പർ ബോണ്ട് ഓർ അണ്ടർസ്റ്റാൻഡിങ്. ഇനി മറ്റുള്ളവരോടുള്ള ഇയാളുടെ ഇന്ററാക്ഷൻസ് വളരെ കോൾഡും ഡിസ്റ്റന്റും ആണ്, അതായത് ഒരു കണക്ഷൻ ഉണ്ടാക്കാനോ അവരെ മനസ്സിലാക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഇയാളുടേത്. ക്രിസിയോടും ഇയാൾ ഈ തരത്തിൽ തന്നെയാണ് പെരുമാറുന്നത്. ഹി കൺട്രോൾസ് ഹിസ് വൈഫ്സ് അപ്പിയറൻസ് ആൻഡ് മാനറിസംസ്, ഹൈലൈറ്റിംഗ് ഹിസ് സെൽഫ് സെന്റേഡ് നേച്ചർ. ഇതുകൂടാതെ ഇയാളൊരു സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അയാൾ ഒരു പൊസസീവ് ആയിട്ടുള്ള വ്യക്തി കൂടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ വൈഫിന്റെ അപ്പിയറൻസും മാനറിസംസും, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിട്ടാണ് മിസ്റ്റർ വോർഗീലയെ നമ്മൾ കാണുന്നത്. ഹിസ് ഓൾസോ ജെലസ്, ഡൗട്ടിംഗ് ദ ലോയൽറ്റി ഓഫ് ഹിസ് വൈഫ് വിത്തൗട്ട് സഫീഷ്യന്റ് റീസണിങ്. ഇതുകൂടാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അയാൾ ഒരു പൊസസീവ് ആണ്, കൂടാതെ ജെലസുമാണ്. അയാളുടെ വൈഫ് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കുറിച്ച് ആലോചിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് മിസ്റ്റർ വോർഗീലയെ കാണുന്നത്. ഓവറോൾ ഹി കംസ് അക്രോസ് ആസ് എൻ ഇൻഡിഫറന്റ്, സെൽഫിഷ് ആൻഡ് ജെലസ് മാൻ. അപ്പൊ പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു ഇൻഡിഫറന്റ് ആയിട്ടുള്ള, മറ്റുള്ളവരോട് ഒരു അടുപ്പം കാണിക്കാത്ത, സെൽഫിഷ് ആയിട്ടുള്ള, ജെലസ് ആയിട്ടുള്ള, പൊസസീവ് ആയിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ വോർഗീല എന്ന് നമ്മൾ കാണുന്നത്. ക്യൂനി ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് ആസ് എ ക്രിയേച്ചർ ഓഫ് ലവ്, ഡെമോൺസ്ട്രേറ്റ് ഹൗ വെൽ ദിസ് ഡിസ്ക്രിപ്ഷൻ സ്യൂട്ട്സ് ഹർ. ഇനി ക്യൂനി അവളെ കുറിച്ച് തന്നെ പറയുന്നത് ക്രിയേച്ചർ ഓഫ് ലവ് എന്നാണ്. അപ്പോൾ ഈ കേക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡന്റിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. കേക്ക് ആൻഡ്രൂവിന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ വോർഗീല അവളെ കുറ്റപ്പെടുത്തുകയും ആ ഒരു പിണക്കം തീർക്കാൻ വേണ്ടിയിട്ട് അവൾ സമ്മതിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കേക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ട്, അവൾ എവിടെ വെച്ചിട്ടുള്ള മറന്നുപോയതാ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ആ ഒരു കാര്യം അവൾ വോർഗീലിന്റെ അടുത്ത് പറയുന്നില്ല. മറിച്ച് ആ ഒരു പിണക്കം മാറിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ കുറ്റം അവൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെ കുറിച്ചിട്ട് ക്രിസി ചോദിക്കുന്ന സമയത്താണ് ഈ
ക്യൂനി ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തുന്നത് താനൊരു ക്രിയേച്ചർ ഓഫ് ലവ് ആണ്, അങ്ങനെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് അവൾ പറയുന്നത്. ക്യൂനീസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹെർസെൽഫ് ആസ് എ ക്രിയേച്ചർ ഓഫ് ലവ് ഈസ് ആക്യുറേറ്റ് ത്രൂ ഔട്ട് ദ സ്റ്റോറി. അപ്പൊ അത്തരത്തിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ ഈ സ്റ്റോറിയിലുടനീളം നമ്മൾ കാണുന്നത്. ഷീ മേക്സ് ദ റിമാർക്ക് വെൻ ക്രിസി ക്വസ്റ്റ്യൻസ് ഹർ സബ്മിഷൻ ഈവൻ ആഫ്റ്റർ ദ ട്രൂത്ത് ഓഫ് ദ ക്രിസ്മസ് കേക്ക് ഈസ് റിവീൽഡ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ക്രിസ്മസ് കേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് കുറ്റം സമ്മതിക്കുകയാണ്. ആ ഒരു പിണക്കം മാറാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ക്യൂനി കൺസിഡേഴ്സ് ഹർ ഹസ്ബൻഡ്സ് കൺട്രോളിംഗ് ആൻഡ് പൊസസീവ് നേച്ചർ ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് ലവ് ആൻഡ് സബ്മിറ്റ്സ് ടു ഹിം. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ഇവളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന പൊസസീവ് ആയിട്ടുള്ള രീതിയിലാണ് പെരുമാറുന്നത്. അവൾ പക്ഷെ അത് അയാളുടെ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടാണ് കാണുന്നത്. അത്തരത്തിൽ അയാളോട് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അവൾ പെരുമാറുന്നത്. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ കലിപ്പനും കാന്താരി എന്നൊക്കെ പറയുന്ന പോലെ ഏട്ടായിക്ക് ഭയങ്കര കെയറിംഗ് എന്നുള്ള രീതിയിലാണ് അയാളുടെ ഈ സ്വഭാവത്തെ അവൾ കാണുന്നത്. ഷീ ഈസ് ഓൾവേസ് ലുക്കിംഗ് ഫോർ അഫെക്ഷൻ ആസ് ഇൻ ഹെർ അഫെയർ വിത്ത് ആൻഡ്രൂ. ഇത് കൂടാതെ ഇവൾ എപ്പോഴും സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന, ഒരു അഫെക്ഷന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവൾ ആൻഡ്രൂവുമായിട്ട് ഒരു റിലേഷൻ ആവുന്നത് നമ്മൾ ഈ സ്റ്റോറിയുടെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. ഹെർ വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ മേക്സ് ഹെർ റിമാർക്ക് ആക്യുറേറ്റ്. ഇത്തരത്തിൽ സ്നേഹത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസുകൾ ചെയ്യാൻ, വീടൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന തരത്തിലുള്ള ഈ സാക്രിഫൈസുകൾ സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത്തരത്തിൽ എ ക്രിയേച്ചർ ഓഫ് ലവ് എന്നുള്ള ക്യൂനിയുടെ റിമാർക്ക് ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് കാണാം. യു ക്യാൻ നെവർ ഗെറ്റ് എ ഗുഡ് ലുക്ക് അറ്റ് ദ പ്ലേസസ് പീപ്പിൾ ലിവ് ഇൻ വൈൽ ദേ ആർ ദെയർ. എലാബറേറ്റ്. ഇനി ആളുകളുടെ താമസ സ്ഥലത്തെ കുറിച്ചിട്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ക്രിസി ക്യൂനിയും മിസ്റ്റർ വോർഗിലെയും ജോലിക്ക് പോകുന്ന സമയത്ത് ആ വീട്ടിൽ ഒറ്റയ്ക്കാവുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ആ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ അവൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത്. ആ സമയത്താണ് അവൾ ആ ഒരു റിമാർക്ക് നടത്തുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത്. ദിസ് സ്റ്റേറ്റ്മെന്റ് റിഫ്ലെക്ട്സ് ദി ഐഡിയ ദാറ്റ് വൺ കനോട്ട് ഒബ്സർവ് ദ ലിവിംഗ് പ്ലേസസ് വൈൽ ദ ഹോസ്റ്റ് ആർ പ്രസന്റ്. അപ്പൊ നമ്മളൊരാളുടെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ വീടൊന്നും കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. While people are present in their homes, it will be inappropriate and rude to observe the surroundings too closely. അപ്പൊ അവരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് അവരുടെ വീടും ചുറ്റുപാടൊക്കെ നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് ഒരു റൂഡായിട്ടുള്ള പെരുമാറ്റമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ക്രിസി മേക്സ് ദിസ് റിമാർക്ക് while she is left alone at Cunie's house when they went for work. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസി ക്യൂനിയും വോർഗിലെയും ജോലിക്ക് പോയ സമയത്ത് അവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്. അപ്പോഴാണ് അവൾ അവിടെ ആകെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു റിമാർക്ക് പറയുന്നത്. ഡിസ്ക്രൈബ് ദ ക്രിസ്മസ് പാർട്ടി ത്രോൺ ബൈ ക്യൂനി. ഇനി ക്യൂനി ഒരു ക്രിസ്മസ് പാർട്ടി നടത്തിയ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ പാർട്ടിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ക്യൂനീസ് ക്രിസ്മസ് പാർട്ടി ഓൾദോ മോഡസ്റ്റ് വാസ് വാം ആൻഡ് ഫിൽഡ് വിത്ത് ജോയ്. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടിയാണ് ക്യൂനി നടത്തുന്നത്. പക്ഷെ അവിടെ ഒരുപാട് സന്തോഷവും ആഘോഷങ്ങളൊക്കെ ഉള്ള രീതിയിൽ അത് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഡിസ്പൈറ്റ് നോട്ട് ഹാവിംഗ് മെനി റിസോഴ്സസ്, ക്യൂനി മാനേജ് ടു മേക്ക് കേക്ക്, കുക്കീസ് ആൻഡ് ഡെക്കറേറ്റഡ് ദ പ്ലേസ്. അവൾ ഒരു സിനിമാ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറിലാണ് ജോലി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് റിസോഴ്സസും പണമൊന്നും അവൾക്ക് ഇല്ലാന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു കേക്ക് ഉണ്ടാക്കാനും കുക്കീസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ പ്ലേസ് ഒക്കെ പാർട്ടിക്ക് വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ക്യൂനിക്ക് സാധിച്ചിരുന്നു. സ്റ്റാൻസ് സ്റ്റുഡൻസ് ആൻഡ് ദർ ഗ്രീക്ക് ലാൻഡ് ലോഡ്സ് വർ ഇൻവൈറ്റഡ് ആൻഡ് ദേ അറൈവ്ഡ് വിത്ത് ഗിഫ്റ്റ്സ്. അപ്പോൾ ഇവർക്ക് വേറെ ബന്ധുക്കളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സ്റ്റാനിന്റെ സ്റ്റുഡൻസ് ആണ് അവിടെ പ്രധാനമായിട്ടുള്ള ഗസ്റ്റ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ അവരുടെ വാടക വീടിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളെയും ഈ പാർട്ടിക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. അവരൊക്കെ ഗിഫ്റ്റുകളുമായിട്ടാണ് ആ പാർട്ടിക്ക് വന്നത്. ദേ ഹാഡ് ഡിന്നർ, പ്ലേഡ് മ്യൂസിക്കൽ ചെയർ ആൻഡ് സെയിം അതർ ഗെയിംസ് ആൻഡ് ഹാഡ് ഫൺ ഇൻ ജനറൽ. അവർ അവിടെ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഡിന്നർ കഴിക്കുന്നു. അതുകൂടാതെ തന്നെ ചില ഗെയിംസ് ഒക്കെ, മ്യൂസിക്കൽ ചെയർ പോലുള്ള ചില ഗെയിംസും മറ്റൊക്കെ അവർ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് കളിക്കുന്നു. പൊതുവിൽ അവർക്ക് നല്ല ഒരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ആ പാർട്ടി ഉണ്ടാവുന്നത്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദിസ് പാർട്ടി ദാറ്റ് ക്യൂനി മെറ്റ് സ്റ്റാൻസ് സ്റ്റുഡന്റ് ആൻഡ്രൂ. ഇനി ഈ പാർട്ടിയിൽ വെച്ച് തന്നെയാണ് സ്റ്റാൻഡ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൻഡ്രൂവിനെ ക്യൂനി പരിചയപ്പെടുന്നത്. അവർ തമ്മിൽ പിന്നീട് അഫെക്ഷൻ ആവുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. How did Leslie's presence influence Chrissy's interaction with Mr. Vorgila? ഇനി മിസ്റ്റർ വോർഗീലയ്ക്ക് ഒരു കോൾഡ് ആറ്റിറ്റ്യൂഡാണ് ഉണ്ടായിരുന്നത്. ക്രിസിയും വോർഗീലയും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് അത്ര രസകരമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മിസ്റ്റർ വോർഗീലയുടെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ലെസ്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഈ സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് അവിടെ വീട്ടിൽ വരുന്നുണ്ട്.
അയാളുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് ഓർഗിലയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ക്രിസിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അയാളുടെ ഒരു പ്രസൻസിനകത്ത് ഓർഗിലയുമായിട്ട് ഇങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലാതെ സംസാരിക്കാൻ ക്രിസിക്ക് കഴിഞ്ഞെന്നാണ് ചോദിക്കുന്നത്. ലെസ്ലീസ് പ്രസൻസ് ഈസ്ഡ് ദ ടെൻഷൻ ബിറ്റ്വീൻ ക്രിസി ആൻഡ് മിസ്റ്റർ വോർഗീല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ തമ്മിലുള്ള ആ ഒരു ടെൻഷൻ ഈ ലെസ്ലിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവുന്നില്ല. ലെസ്ലീസ് ഫ്രണ്ട്ലി എൻകറേജിംഗ് ഡെമനോർ ഹെൽപ്ഡ് സോഫ്റ്റൻ മിസ്റ്റർ വോർഗിലാസ് യൂഷ്വലി ഡിസ്റ്റന്റ് ആറ്റിറ്റ്യൂഡ്. ലെസ്ലി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അയാളുടെ ആ ഒരു സാന്നിധ്യത്തിൽ മിസ്റ്റർ വോർഗിലയും അയാളുടെ ആ ഒരു കോൾഡ് ഡിസ്റ്റന്റ് അപ്രോച്ചിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ മോശമായിട്ട് പെരുമാറില്ല എന്നുള്ള രീതിയിലുള്ള മാറ്റമാണ് മിസ്റ്റർ വോർഗീലയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ലെസ്ലീസ് പോസിറ്റീവ് ആൻഡ് നോൺ ജഡ്ജ്മെന്റൽ നേച്ചർ മെയ്ഡ് ക്രിസി ഫീൽ മോർ കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡന്റ്. അപ്പോൾ ലെസ്ലിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ്, അതുപോലെ നോൺ ജഡ്ജ്മെന്റലാണ്. ആളുകളെ അങ്ങനെ ജഡ്ജ് ചെയ്യുകയൊന്നും ചെയ്യുന്ന ഒരു കഥാപാത്രമല്ല ലെസ്ലി. അപ്പോൾ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ക്രിസിയെ കംഫർട്ടബിൾ ആക്കുന്നു, അവൾക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു. With Leslie present, Mr. Vogila also behaved better as he could not be called in front of his friend. പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലെസ്ലിയുടെ സാന്നിധ്യത്തിൽ മിസ്റ്റർ വോർഗിലയും നന്നായിട്ടാണ് പെരുമാറുന്നത്. അയാളുടെ ഫ്രണ്ടിന്റെ മുമ്പിൽ വെച്ചിട്ട് അയാൾക്ക് അങ്ങനെ കോൾഡ് ആയിട്ട് പെരുമാറാൻ സാധിക്കില്ല. ലെസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബോത്ത് ക്രിസി ആൻഡ് വോർഗില, മേക്കിംഗ് ദർ ഇന്ററാക്ഷൻ ടെൻഷൻ ഫ്രീ. അപ്പോൾ ലെസ്ലിയുടെ ആ ഒരു സാന്നിധ്യം ഈ വോർഗിലയും ക്രിസിയും തമ്മിലുള്ള ആ ഒരു ഇന്ററാക്ഷൻ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ക്രിസി മെൻ ബൈ എ കട്ട് ഓഫ് പേഴ്സൺ. ഇനി സ്റ്റോറിയുടെ അവസാനത്തിൽ ക്യൂനിയുടെ വീട്ടിൽ നിന്ന് അവൾ തിരിച്ചു പോകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൾ പറയുന്നതാണ് അവളുടെ കട്ട് ഓഫ് പേഴ്സൺ ആണെന്നുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസി ഡിസ്ക്രൈബ്സ് എ കട്ട് ഓഫ് പേഴ്സൺ ആസ് സംവൺ ഹു ഈസ് ഇമോഷണലി ഐസൊലേറ്റഡ് ഓർ ഡിറ്റാച്ച്ഡ് ഫ്രം ഡീപ്പർ കണക്ഷൻസ്. മറ്റുള്ള ആളുകളുമായിട്ട് ഒരു ഇമോഷണലി ഡിസ്റ്റൻസ് ഉള്ള ഒരു ക്യാരക്ടറിനെയാണ് കട്ട് ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇവിടെ ക്യൂനിയുമായിട്ട് റീകണക്ട് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ട് ക്രിസി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ക്യൂനി ഇപ്പോൾ അവളുടെ പുതിയ ലൈഫുമായിട്ട് ബിസിയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവളുടെ പാരൻസും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ മറ്റുള്ള ആളുകളുടെ ലൈഫിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇൻവോൾവ് ആവാൻ കഴിയാത്ത ഒരു പേഴ്സണെയാണ് അവൾ കട്ട് ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. These individuals may interact socially and maintain relationships, but there will always be a distance between them. അപ്പോൾ ഇവർ മറ്റുള്ള ആളുകളുമായിട്ട് സോഷ്യലായിരിക്കും, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് അവർ തമ്മിൽ ഉണ്ടായിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കട്ട് ഓഫ് പേഴ്സൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസി കൺസിഡേഴ്സ് ഹെർസെൽഫ് കട്ട് ഓഫ്, ഫീലിംഗ് ഡിസ്കണക്റ്റഡ് ഫ്രം അതേഴ്സ് ആൻഡ് ലാക്കിംഗ് ദ വാംത്ത് ഓഫ് ജെന്യുവിൻ ഇമോഷണലി ഇൻവെസ്റ്റഡ് റിലേഷൻഷിപ്സ്. ക്രിസി അവളെ തന്നെ ഒരു കട്ട് ഓഫ് പേഴ്സൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ക്യൂനിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ക്യൂനി ഇപ്പൊ പുതിയ ജീവിതവുമായിട്ട് ബിസിയാണ്. അപ്പൊ അവൾക്ക് ആ രീതിയിലുള്ള കണക്ഷൻ ലഭിക്കുന്നില്ല. അവളുടെ പാരൻസും അതുപോലെ അവരുടെ കാര്യങ്ങളായിട്ട് ബിസിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ആരുമായിട്ടും കീപ്പ് ചെയ്യാത്ത അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളെയാണ് കട്ട് ഓഫ് പേഴ്സൺ എന്ന് ക്രിസി പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്യൂനി ആൻഡ് ദ നെരേറ്റർ. ക്യൂനിയും നെരേറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ നെരേറ്റർ ആൻഡ് ക്യൂനി ഷെയർസ് എ കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ദാറ്റ് സ്റ്റാർട്ട്സ് ഓഫ് ക്ലോസ് ബട്ട് ഗ്രാജുവലി ഗ്രോസ് ഡിസ്റ്റന്റ് ഓവർ ടൈം. ക്യൂനിയും നെരേറ്ററും തമ്മിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണുള്ളത്. തുടക്കത്തിൽ അവർ വളരെ ക്ലോസ് ആണ്, പ്രത്യേകിച്ചും അവർ കുട്ടിക്കാലത്ത് വളരെ അടുപ്പത്തിലാണുള്ളത്. എന്നാൽ പിന്നീട് അവർ വളർന്നു വരികയും ഓരോരുത്തർക്കും അവരുടെ ജീവിതവുമായിട്ട് തിരക്കാവുന്ന സമയത്ത് അകന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്രിസി ആൻഡ് ക്യൂനി, ഡിസ്പൈറ്റ് ബീയിങ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്, ഫോംഡ് എ സ്ട്രോങ് ബോണ്ട് ഡ്യൂറിംഗ് ദർ ചൈൽഡ്ഹുഡ്. ഇവർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എങ്കിൽ കൂടിയും ഇവർ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദേ ഷെയർഡ് എ സെൻസ് ഓഫ് സിസ്റ്റർഹുഡ് ആൻഡ് ഇന്റിമസി ഇൻ ദർ ഏർലി ഇയേഴ്സ്. ചെറുപ്പത്തിൽ ഇവർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ആയിട്ടല്ല, ശരിക്കും റിയൽ സിസ്റ്റേഴ്സ് പോലെയുള്ള ഒരു ഇന്റിമസിയാണ് അവർ തമ്മിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നു. ഹൗവർ ആസ് ദേ ഗ്രൂ ഓൾഡർ ദർ ബോണ്ട് ഷിഫ്റ്റഡ്. പക്ഷെ അവർ പ്രായമായ സമയത്ത് ആ ഒരു അടുപ്പത്തിലൊക്കെ കുറവ് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്രിസി വിസിറ്റ് ടു ടൊറോണ്ടോ ലേറ്റർ റിവീൽസ് എ ചേഞ്ച് ഇൻ ക്യൂനീസ് പേഴ്സണാലിറ്റി ആൻഡ് ഹെർ ഡിസ്റ്റൻസ് ഫ്രം ഹെർ പാസ്റ്റ് കണക്ഷൻസ്. ഇനി ക്രിസി ക്യൂനിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് ആ ഒരു ചേഞ്ച് അവൾ മനസ്സിലാക്കുന്നുണ്ട്. വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് ക്യൂനി അതിൽ താല്പര്യം കാണിക്കുന്നില്ല. അപ്പൊ ആ ഒരു കണക്ഷനകത്തൊക്കെ ഒരു ഡിസ്റ്റൻസ് വന്നതായിട്ട് ക്രിസി ഫീൽ ചെയ്യുന്നു. ക്രിസി റിമെയിൻസ് ഇമോഷണലി അറ്റാച്ച്ഡ് ടു ക്യൂനി, മേക്കിംഗ് എഫേർട്സ് ടു റീകണക്ട് വിത്ത് ഹെർ ഡ്യൂറിംഗ് ഹെർ വിസിറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ്. ഇനി ക്രിസി ആണെങ്കിൽ ഈ ലൈഫിൽ പല തവണയിൽ
ഈ ക്യൂനിയുമായിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും അവൾ എവിടെയാണെന്ന് അറിയുന്നില്ല. അപ്പൊ അവൾ അന്വേഷിക്കുന്നുണ്ട്, കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി അവിടെ ചെല്ലുന്ന സമയത്തും അവളുമായിട്ട് സംസാരിക്കാനും ആ പഴയ ഒരു കണക്ഷൻ വീണ്ടെടുക്കാനൊക്കെ ക്രിസി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസി ഇത്തരത്തിൽ ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്യൂനി ഓൺ ദി അതർ ഹാൻഡ് ഷോസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പ്. എന്നാൽ ക്രിസിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോഴും ഉണ്ടെങ്കിലും ക്യൂനിയെ സംബന്ധിച്ചിട്ട് ആ ഒരു അറ്റാച്ച്മെന്റ് നിലനിർത്തുന്നതിനുള്ള താല്പര്യം നമ്മൾ കാണിക്കുന്നില്ല. സിഗ്നലിംഗ് എ ഗ്രോവിംഗ് ഡിസ്കണക്ട് ആൻഡ് പ്രിയോക്യുപ്പേഷൻ വിത്ത് ഹർ ഓൺ ലൈഫ് ആൻഡ് സ്ട്രഗിൾസ്. ക്യൂനി അവളുടെ ലൈഫും അവളുടെ പുതിയ സാഹചര്യങ്ങളുമായിട്ടൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. ആ പഴയ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ക്യൂനി ശ്രദ്ധിക്കുന്നില്ല. ഡിസ്പൈറ്റ് ദിസ്, ക്രിസി കണ്ടിന്യൂസ് ടു ബി ഹോണ്ടഡ് ബൈ മെമ്മറീസ് ഓഫ് ക്യൂനി, wondering about her fate and well-being, indicating the lasting impact of their shared history on Chrissy's life. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ക്രിസി ഈ സ്റ്റോറിയിൽ ഉടനീളം ക്യൂനി എവിടെയായിരിക്കും, ക്യൂനി ഇപ്പോൾ എന്ത് ചെയ്യായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വണ്ടർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ക്യൂനിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പല ആളുകളെയും അവൾ കണ്ടുമുട്ടുന്ന സമയത്ത് അത് ക്യൂനിയാണോ എന്ന് ചിന്തിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ക്രിസി ആ ഒരു അറ്റാച്ച്മെന്റ് ഒരു തരത്തിൽ കീപ്പ് ചെയ്യുന്നതായിട്ടും ക്യൂനി ആണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് എല്ലാം ഉപേക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു ഡൈനാമിക്സ് ആണ് അവർ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ക്യാരക്ടർ ഓഫ് ക്യൂനി. ഇനി ക്യൂനിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ക്യൂനി, ഒറിജിനലി നെയ്മഡ് ലിൻഡ, appears confident and charismatic, often catching people's attention with her beauty and charm. ക്യൂനി വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത്. ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെ അവളെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ കാണുന്നത്. Her outward demeanor is one of sophistication, especially after moving to Toronto, but this marks her deeper insecurities and inner struggles. ഇനി ക്യൂനിയുടെ അപ്പിയറൻസ് എന്ന് പറയുന്നത് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, അതായത് വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് അവൾക്കുള്ളത്. പ്രത്യേകിച്ചും ഈ ടൗണിലേക്ക് താമസം മാറ്റിയതിനു ശേഷമാണ് അത്തരത്തിലുള്ള ചേഞ്ച് നമ്മൾ കാണുന്നത്. എന്നാൽ അതിനുള്ളിലും ഒരുപാട് ഇൻസെക്യൂരിറ്റീസും സ്ട്രഗിൾസും ഒക്കെയുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ കാണുന്നത്. Her lack of interest in connecting with her stepsister Chrissy and family indicates she is living in a world of her own, shaped by romantic ideals. ഇനി അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ ക്രിസി ആയിട്ടോ ഫാമിലിയുമായിട്ടോ റീകണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും അവൾ നടത്തുന്നില്ല, അതിലൊരു താല്പര്യം അവൾ കാണിക്കുന്നില്ല. അപ്പൊ അവൾ അവളുടേതായിട്ടുള്ള ഒരു ലോകത്ത്, അവളുടെ റൊമാൻറ്റിക് ഐഡിയാസും ഒക്കെ ആയിട്ടുള്ള അവളുടേതായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ കാണുന്നത്. ക്യൂനീസ് സെൽഫ് ഡിസ്ക്രിപ്ഷൻ ആസ് എ ക്രിയേറ്റർ ഓഫ് ലവ് റിഫ്ലെക്ട്സ് എ ഡീപ് നീഡ് ഫോർ അഫെക്ഷൻ ആൻഡ് ഇമോഷണൽ കണക്ഷൻ. ഇനി ക്യൂനി സ്വയം അവളെ കുറിച്ച് പറയുന്നത് ക്രിയേറ്റർ ഓഫ് ലവ് എന്നുള്ളതാണ്. അപ്പൊ ഒരു റൊമാൻറ്റിക് റിലേഷന്റെയും ഒരു അറ്റാച്ച്മെന്റിന്റെയും ഒക്കെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ കാണുന്നത്. ഹെർ ചോയ്സസ്, particularly her marriages and elopements, can be seen as attempts to fulfill this longing for love. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ക്യൂനി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അതിനുവേണ്ടി അവൾ നടത്തുന്ന ശ്രമങ്ങളാണ് ഈ മിസ്റ്റർ വോർഗിലയുമായിട്ടും അതിനുശേഷം പിന്നീടും അവൾ നടത്തുന്ന ഒളിച്ചോട്ടങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. Her decision to elope with Mr. Vorgila, an older controlling figure, reveals her desperation for love and stability, even if it comes with restrictions. ഇനി മിസ്റ്റർ വോർഗില അവളൊക്കെ പ്രായമുള്ള ഒരാളുടെ കൂടെ അവൾ ഒളിച്ചോടി പോകുന്നു. അത് മാത്രമല്ല അയാളുടെ ഒരു കൺട്രോളിങ് പൊസസീവ് നേച്ചർ ആണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവൾ അതിനെയൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന, യോജിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരെ സൂചിപ്പിക്കുകയുണ്ടായി, അവൾ അതിനെയെല്ലാം അയാളുടെ സ്നേഹത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിൽ വളരെയധികം ഈ റൊമാൻറ്റിക് ഐഡിയാസിൽ അത്തരത്തിൽ മാത്രം കാര്യങ്ങളെ നോക്കി കാണുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ കാണുന്നത്. Cuny's excitement upon receiving a letter from Andrew, a young student who showed interest in her, highlights her yearning for an affectionate and authentic connection. അപ്പോൾ അതിനുശേഷം ആൻഡ്രൂ എന്നുള്ള വോർഗിലയുടെ ഒരു സ്റ്റുഡന്റുമായിട്ട് അവൾക്ക് അഫെക്ഷൻ ആവുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനകത്തും അവളുടെ ഈ ഒരു ക്യാരക്ടറിന്റെ സവിശേഷതകൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. This yearning eventually leads to her second elopement, reinforcing her need to find true love and emotional fulfillment, aligning with her own identity as a creator of love. അപ്പോൾ അത് അവളുടെ രണ്ടാമത്തെ ഒരു എലോപ്മെന്റിലേക്ക് അത് നയിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ കാണുന്നത് ക്യൂനി തന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന എ ക്രിയേച്ചർ ഓഫ് ലവ് എന്നുള്ള ആ ഒരു പ്രയോഗത്തിന് ചേരുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ക്യൂനിയെ നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കോൺസിക്വൻസ് ഓഫ് ദ ക്രിസ്മസ് പാർട്ടി? ക്യൂനി ഒരു ക്രിസ്മസ് പാർട്ടി നടത്തിയ കാലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അതിന്റെ കോൺസിക്വൻസ്? The Christmas party
initially meant to be a joyous and celebratory occasion, becomes a turning point and source of tension between CUNY and Stan. ക്രിസ്മസ് പാർട്ടി സ്വാഭാവികമായിട്ടും ഒരു എൻജോയ്മെന്റിന് വേണ്ടി സെലിബ്രേഷന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷെ അത് ഈ സ്റ്റോറിയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവുകയും ക്യൂനിയും സ്റ്റാൻ വോർഗിലയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഡ്യൂറിംഗ് ദ പാർട്ടി, CUNY shares a dance with Andrew, one of Stan's students, which triggers Stan's jealousy and possessive behavior. ഇനി ആ പാർട്ടിയിൽ വെച്ചിട്ട് സ്റ്റാൻ വോർഗീലയുടെ ഒരു സ്റ്റുഡന്റ് ആൻഡ്രൂവിന്റെ കൂടെ CUNY ഡാൻസ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അയാളുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ ഒരു പൊസസീവ് ജലസ് ക്യാരക്ടറാന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്യുന്നതിന് അത് കാരണമാവുന്നു. സ്റ്റാൻ അക്യൂസസ് ഹർ ഓഫ് ഗിവിംഗ് എവേ ലെഫ്റ്റ് ഓവർ കേക്ക് ടു ആൻഡ്രൂ, ലീഡിംഗ് ടു ഡേയ്സ് ഓഫ് സൈലന്റ് ട്രീറ്റ്മെന്റ് ഫ്രം സ്റ്റാൻ. ഇനി ഈ പാർട്ടിക്ക് ശേഷം അവിടെ ബാക്കി ഉണ്ടായിരുന്ന കേക്ക് നോക്കുന്ന സമയത്ത് കാണാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. CUNY പറയുന്നത് അവൾ അത് എവിടെ വെച്ചെന്ന് മറന്നുപോയി എന്നാണ്. പക്ഷെ സ്റ്റാൻ പറയുന്നത് ആ കേക്ക് ആൻഡ്രൂവിന് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ അതിന്റെ പേരിൽ അവർ തമ്മിലൊരു തർക്കം ഉണ്ടാവുകയും സ്റ്റാൻ അവളോട് സംസാരിക്കാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ടു എൻഡ് ദ സൈലന്റ് പണിഷ്മെന്റ്, CUNY falsely confesses to giving the cake away, even though she later finds the cake untouched. ഇനി ഇയാൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ പിണക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവൾ ആൻഡ്രൂവിന് കേക്ക് കൊടുത്തു എന്നുള്ളത് ഒരു ഫോൾസ് കൺഫെഷൻ നടത്തുന്നു. വാസ്തവത്തിൽ അവളത് എവിടെയോ വെച്ചെന്ന് മറന്നു പോയിരിക്കാനുണ്ടാവുന്നത്. പിന്നീട് അവളത് കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അവൾ തിരുത്താനൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ക്രിസ്മസ് പാർട്ടിയുടെ കോൺസിക്വൻസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇയാളുടെ ആ ഒരു കൺട്രോളിങ് നേച്ചറും പൊസസീവ്നെസ്സും ജലസിയും ഒക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാവുന്നു. അഡീഷണലി, ദ പാർട്ടി മാർക്സ് ദ ബിഗിനിങ് ഓഫ് CUNY's acquaintance with ആൻഡ്രൂ. ഇതുകൂടാതെ ആൻഡ്രൂ എന്നൊരു ക്യാരക്ടറുമായിട്ട് CUNY ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും ഈ പാർട്ടിയിൽ വെച്ചിട്ടാണ്. എ സ്റ്റുഡന്റ് ഹു ലേറ്റർ ബിക്കംസ് സിഗ്നിഫിക്കന്റ് ഇൻ ഹെർ ലൈഫ് ആസ് ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ഷീ എലോപ്സ് വിത്ത് ഹിം. ഇനി ആൻഡ്രൂ സ്റ്റാൻ വോർഗീലയുടെ ഒരു സ്റ്റുഡന്റ് ആണ്, അയാൾ പാർട്ടിക്ക് വന്നായിരുന്നു നമ്മൾ പറഞ്ഞു. ഇവളുമായിട്ട് അയാൾക്ക് പിന്നീട് ഒരു അഫെക്ഷൻ ഉണ്ടാവുന്നതായിട്ടും അയാളിൽ നിന്നൊരു ലെറ്റർ വരുന്ന കാര്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. പിന്നീട് CUNY രണ്ടാമത് എലോപ്പ് ചെയ്യുന്ന സമയത്ത് ആൻഡ്രൂവിന്റെ കൂടെ ആയിട്ടായിരിക്കാം പോയിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മൾ കരുതുന്നത്. Thus, the Christmas party sets off a chain of events that ultimately alters the course of their lives. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ക്രിസ്മസ് പാർട്ടിയുടെ കോൺസിക്വൻസ് ആയിട്ട് കാണുന്നത് അവരുടെ ലൈഫ് തന്നെ മാറി മറിക്കുന്ന തരത്തിലുള്ള ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് വരുന്ന സാഹചര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.